ഹായ്, ഇത് പങ്കജ് ഭാരദ്വാജാണ്. ഇന്ന് ഞാൻ വീണ്ടും സ്റ്റോക്ക് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചിലർക്കു സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ ഞാൻ ഇന്ന് തീർക്കാനാണ് വന്നിരിക്കുന്നത്. കാരണം ചിലർ എന്നോട് ചോദിച്ചു, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. അതിനാൽ ഇന്ന് അതേ വാക്കിന് ഞാൻ ഉത്തരം നൽകാനാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഈ വീഡിയോയിൽ തുടർന്നിരിക്കുക. കാരണം ഇന്ന് നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ എങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു എന്നത് മനസ്സിലാക്കും. കൂടാതെ ഇൻട്രാഡേയിൽ ജോലി ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതും നിങ്ങൾക്ക് മനസ്സിലാകും. അതിനാൽ നാം ഓരോ ഘട്ടത്തിലും ഓരോ കാര്യവും പഠിക്കാം. ആദ്യം നാം അറിയേണ്ടത് ഇൻട്രാഡേ എന്നത് എന്താണെന്നാണ്. ഇൻട്രാഡേ എന്നത് ഇന്ന് തന്നെ നാം വാങ്ങുകയും ഏതെങ്കിലും ട്രേഡ് ഇന്ന് തന്നെ എടുക്കുകയും ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ചിലർ കുറച്ച് മിനിറ്റുകൾക്കുള്ളിലോ സെക്കൻഡുകൾക്കുള്ളിലോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിലോ പോലും ഇത് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നു, ഏത് ടൂൾ ആണ് ഉപയോഗിക്കുന്നത് എന്നതാണ്. അതിനാൽ ആദ്യം നാം വരാം പ്രധാന പോയിന്റിലേക്ക്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് തന്നെയാണ്. മൊമെന്റം ട്രേഡിംഗ് ചെയ്ത് 5 മിനിറ്റിൽ തന്നെ ഞാൻ പണം ഉണ്ടാക്കാം എന്ന്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. കാരണം പ്രശ്നം എന്തെന്നാൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആ മൊമെന്റത്തിൽ വലിയ ഒരു പ്ലെയർ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ ഈ കാര്യം എനിക്ക് അറിയാം. ഇന്നലെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കിലാണ് മുഴുവൻ കളിയും ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചാർട്ട് ഉപയോഗിക്കുന്നു. എവിടെയാണ് സപ്പോർട്ട്, എവിടെയാണ് റെസിസ്റ്റൻസ് എന്ന് നോക്കി റെസിസ്റ്റൻസ് ബ്രേക്ക് ആകുമ്പോൾ വാങ്ങുന്നു, സപ്പോർട്ട് ബ്രേക്ക് ആകുമ്പോൾ വിറ്റ് കളയുന്നു. നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കാണിക്കപ്പെടുന്ന കളി യഥാർത്ഥ ചിത്രമാണോ എന്ന്? ഇല്ല. സത്യമാണ്, മാർക്കറ്റ് നിയന്ത്രിക്കുന്നവർ നിങ്ങൾക്ക് ചാർട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ചാർട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. ചാർട്ട് നോക്കൂ എന്ന്. ആദ്യമായി പറയട്ടെ, എനിക്ക് 13-ൽ നിന്ന് 14 വർഷം കഴിഞ്ഞു. അതിൽ എൻ്റെ ജീവിതത്തിലെ 6 വർഷം ഞാൻ ചാർട്ടിൽ ചെലവഴിച്ചു. പിന്നീട് മനസ്സിലായി ചാർട്ടിന്റെ ഗെയിംക്ക് യാതൊന്നും വിലയില്ലെന്ന്. നിങ്ങൾക്ക് അറിയേണ്ടത് സ്റ്റോക്ക് സെലക്ഷൻ ലോജിക് കൂടാതെ ആത്മവിശ്വാസം മാത്രമാണ്. അത് മതി. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ഏത് ടൂൾ ആണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ആ പഴയ ടൂൾ ഇൻഡിക്കേറ്ററുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇല്ല, ഇത് സത്യമാണ്. മാർക്കറ്റിൽ ചില ഇൻഡിക്കേറ്ററുകൾ ഉണ്ട്. അവ ഉപയോഗിച്ച് മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് വരാനിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ ശരിയായ ഉപയോഗം നിങ്ങൾക്ക് അറിയില്ല. കാരണം ഇതുവരെ യാതൊരു വീഡിയോയിലും പുസ്തകത്തിലും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. ഇത് ഒബ്സർവേഷൻ എന്ന ഗെയിമാണ്. ഒബ്സർവ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിനാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് വന്നിരിക്കുന്നത്. ഉത്തരം നൽകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം സമ്പാദിക്കാനാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പ് കമന്റ് ചെയ്യൂ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന്. കാരണം അതിനുശേഷം ഞാൻ എല്ലാം വിശദീകരിക്കും. പിന്നെ വീണ്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് വ്യത്യാസം കാണാം. അതിനുശേഷം നിങ്ങൾ തന്നെ പറയും, അതെ, ഞാൻ പണം സമ്പാദിക്കാനാകും. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്ക് വരുന്നു. പരിഹാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. വെറും ഒരു കാര്യം. അതിന് നിങ്ങളുടെ 1 മിനിറ്റ് മാത്രമേ എടുക്കൂ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നത് എന്താണ്. ശരി, ഇവിടെ ആളുകൾ എങ്ങനെ കുടുങ്ങുന്നു എന്നത് ആദ്യം മനസ്സിലാക്കണം. ആളുകൾക്ക് തോന്നുന്നത് പണം എളുപ്പത്തിൽ ഉണ്ടാക്കാം, ഒരു ബട്ടൺ അമർത്തിയാൽ പണം കിട്ടും എന്നാണ്. കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കൂ, ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യൂ, പണം ഉണ്ടാക്കൂ എന്നാണ് അവർ കരുതുന്നത്. ഓപ്ഷനിൽ വില കുറഞ്ഞത് വാങ്ങി വില കൂടിയപ്പോൾ വിൽക്കൂ എന്നാണ് അവർ ചെയ്യുന്നത്. അതിനാൽ ആദ്യം കേൾക്കൂ, ഇൻട്രാഡേ ഒരു ഗെയിം അല്ല. മാർക്കറ്റിൽ എങ്ങനെ നിലനിൽക്കാമെന്ന് പഠിക്കൂ. നിലനിൽക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം ഓപ്ഷനും ഫ്യൂച്ചറും നിന്ന് അകലെ നിൽക്കൂ. ഇന്ന് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നിലനിൽക്കാം എന്നതാണ്. അതിനുശേഷം എങ്ങനെ എക്സ്പെർട്ട് ആകാം എന്നതും. നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളെക്കാൾ വലിയ ട്രേഡർ ആരും ഉണ്ടാകില്ല. 100 ദിവസത്തിന് ശേഷം നിങ്ങൾ സ്വയം വിലയിരുത്തണം. എൻ്റെ ഉള്ളിൽ ട്രേഡറിന്റെ ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ തന്നെയാണ്. എങ്ങനെ ഘട്ടം ഘട്ടമായി ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അതും ഞാൻ പഠിപ്പിക്കാൻ പണമെടുക്കുന്ന ഏതെങ്കിലും കോഴ്സുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പെയ്ഡ് കോഴ്സുകളോ എനിക്കില്ല. ഞാൻ നിങ്ങളെ ശുദ്ധമായ സഹായം മാത്രമേ ചെയ്യാൻ കഴിയൂ. ശരി, ഇനി വിഷയം പറയാം.
ആദ്യത്തെ പോയിന്റ് സ്റ്റോക്ക് തിരഞ്ഞെടുപ്പ്. അത് എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ അടിയെ ഞാൻ പറയാം. രണ്ടാമത് മാർക്കറ്റിന്റെ ഭാഷ. മാർക്കറ്റിന്റെ ഭാഷ എന്താണ്? മാർക്കറ്റ് എങ്ങനെ തുറക്കുന്നു? അപ്പോൾ എങ്ങനെ പ്രതികരിക്കണം? എങ്ങനെ പ്രതികരിക്കണം? മാർക്കറ്റ് എങ്ങനെ ആക്ഷൻ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് എങ്ങനെ പ്രതികരിക്കണം? മൂന്നാമത്, ആ ദിവസം പ്രത്യേകമായി മീഡിയയുടെ ഭാഷ എന്താണ്? നാലാമത്, ഒരു ട്രേഡറുടെ ഭാഷ എന്താണ്? ട്രേഡർ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത്. അപ്പോൾ ആദ്യം മാർക്കറ്റ് ഭാഷയിലേക്ക് വരാം. സ്റ്റോക്ക് സെലക്ഷൻ ഞാൻ ഏറ്റവും അവസാനം പറയാം, കാരണം അത് കുറച്ച് കൂടുതൽ ദൈർഘ്യമുള്ള പ്രോസസ്സാണ്. ആദ്യം മാർക്കറ്റ് ഭാഷയിലേക്ക് വരാം, കാരണം ഇത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. മാർക്കറ്റ് ഫ്ലാറ്റ് ആയി ഓപ്പൺ ചെയ്താൽ ഈ കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് ഭയപ്പെടുക? മാർക്കറ്റിൽ സെൽ ചെയ്യാൻ അറിയുന്ന ആളാണ്. അവൻ്റെ മനസ്സ് ശക്തമായിരിക്കും, അവൻ്റെ വിശ്വാസവും ശക്തമായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഫ്ലാറ്റ് ആയി ഓപ്പൺ ചെയ്യുന്ന ദിവസം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരാണ്? ആ ബെയർ ആണ്. സേത് എടുത്തു പോകുന്നവൻ. നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ വേഗത്തിൽ ഉയരും എന്ന് കരുതി ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നവൻ. ശരിയല്ലേ? മാർക്കറ്റ് ഫ്ലാറ്റ് ആയി തുറന്നാൽ, ഫ്ലാറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് താഴേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ കാരണം പറയുന്നു. ആദ്യം നമുക്ക് ഫ്ലാറ്റ് മാർക്കറ്റിന്റെ നിർവചനം എന്താണ് എന്ന് അറിയാം. എല്ലാ മാർക്കറ്റും ഫ്ലാറ്റ് ആയിരിക്കും എന്നില്ല. ആദ്യം കേൾക്കൂ. അർദ്ധശതമാനത്തിന്റെ അർത്ഥം, അതായത് 0.25% നിന്ന് 0.35% വരെ. ഈ കണ്ടീഷനിൽ ഗ്യാപ്പ് അപ്പർ റേഞ്ചിലോ ഗ്യാപ്പ് ഡൗൺ റേഞ്ചിലോ മാർക്കറ്റ് തുറന്നാൽ അതിനെ ഞാൻ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് വിളിക്കുന്നു. ഇത് ആദ്യം മനസ്സിലാക്കണം. ഇനി മാർക്കറ്റ് ഫ്ലാറ്റ് ആയി തുറക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 15 മിനിറ്റ് മാർക്കറ്റിനെ കാത്തിരിക്കണം. ഒന്നും ചെയ്യേണ്ട, വെറും കാത്തിരിക്കണം. മാർക്കറ്റിന്റെ ഭാഷ തന്നെ നിങ്ങളോട് പറയും മാർക്കറ്റ് പാനിക് ആകാൻ പോകുന്നു എന്ന്. 9:30, 9:45 ശേഷം ലോ ബ്രേക്ക് ആകുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനാൽ മാർക്കറ്റിന്റെ ഭാഷ അനുസരിച്ച് നിങ്ങളുടെ സ്റ്റോക്ക് തിരഞ്ഞെടുപ്പ് സജ്ജമാക്കൂ. സ്റ്റോക്ക് തിരഞ്ഞെടുപ്പ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം. മാർക്കറ്റ് ഭാഷയിൽ ആദ്യം ഞാൻ നിങ്ങളോട് ഇതാണ് പറഞ്ഞത്. ശരി, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യണം? ഗ്യാപ്പ് ഡൗൺ ആകുമ്പോൾ എന്ത് ചെയ്യണം? ശരി, ഇതിന്റെ ശരിയായ ഉത്തരം ഞാൻ നിങ്ങളെല്ലാവർക്കും ഏറ്റവും അവസാനം നൽകും, കാരണം അതിനു മുമ്പ് നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ആ വിഷയം മനസ്സിലാകൂ. ശരി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനുശേഷം മീഡിയയുടെ ഭാഷ കേൾക്കണം. മീഡിയയിൽ ബ്ലൂ ചാനൽ അനലിസ്റ്റുകൾ മാർക്കറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്, അവരുടെ അഭിപ്രായം എന്താണ്? എങ്കിലും അതിൽ നിങ്ങൾക്ക് നേരിട്ട് ഒന്നും ചെയ്യാനില്ലെങ്കിലും അവർ എന്താണ് പറയുന്നത്, മാർക്കറ്റ് മേലോട്ടോ കീഴോട്ടോ പോകുമോ എന്ന് കേൾക്കണം. ഇത് ശ്രദ്ധയിൽ വയ്ക്കൂ. അവർ മാർക്കറ്റ് മേലോട്ട് പോകും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഏത് സ്റ്റോക്കുകളിലാണ് ഇത് പറയുന്നത് എന്ന് പരിശോധിക്കണം. ഈ സ്റ്റോക്കുകൾ മാർക്കറ്റിനൊപ്പം വേഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആ സ്റ്റോക്കുകൾ പിടിച്ചെടുക്കണം. ആദ്യം പറയേണ്ടത്, മാർക്കറ്റ് മേലോട്ടോ കീഴോട്ടോ പോയാലും അതൊന്നും പ്രശ്നമല്ല. അവർ നൽകിയ സ്റ്റോക്ക് 100-ൽ 90% എതിർദിശയിലായിരിക്കും. അവർ നിങ്ങൾക്ക് ഏതെങ്കിലും റിക്കമെൻഡേഷൻ നൽകുമ്പോൾ ലോങ് ആണോ ഷോർട്ട് ആണോ എന്നത് നിങ്ങൾക്ക് 5 മുതൽ 10 മിനിറ്റ് വരെ കാത്തിരിക്കണം. 10 മിനിറ്റിന് ശേഷം അതേ സ്റ്റോക്ക് എതിർദിശയിൽ സെറ്റ് ചെയ്യണം. 1.25 മുതൽ 2% വരെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. വിശ്വസിക്കൂ ഗൈസ്, നിങ്ങൾ ഈ രീതി പാലിച്ചാൽ, മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ജീവിതത്തിൽ എന്നെ ഓർക്കും. ഒരാൾ വന്നിരുന്നു, അവൻ പറഞ്ഞിരുന്നു ചാർട്ട് എന്നത് ഒന്നുമല്ലെന്ന്. ഞാൻ ഇന്നും ചാർട്ട് നോക്കാതെ തന്നെ ടെർമിനലിൽ ട്രേഡിംഗ് ചെയ്യുന്നു. മറ്റെല്ലാം മറക്കൂ. ഇതിനുശേഷം ഞാൻ ആ ട്രേഡറുടെ ഭാഷയിലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ പിടിക്കൂ. മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ റേഞ്ചിലായിരിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധയോടെ കേൾക്കൂ. കാരണം ആളുകൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് ബ്രേക്ക് ആകുമ്പോൾ വാങ്ങാൻ ശ്രമിക്കും, ട്രാപ്പ് ചെയ്യും. താഴെ ബ്രേക്ക് ആകുമ്പോഴും അവിടെ നിന്ന് വാങ്ങാനും വിൽക്കാനും ശ്രമിക്കും, അവിടെയും ട്രാപ്പ് ചെയ്യും. നിങ്ങൾ ഈ ഭാഷ എങ്ങനെ മനസ്സിലാക്കണം എന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. ഒരു പ്രൈസ് 1000 രൂപ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. നിങ്ങളുടെ സപ്പോർട്ട് എങ്കിൽ എൻ്റെ റെസിസ്റ്റൻസ് ആണ്, നിങ്ങളുടെ റെസിസ്റ്റൻസ് എങ്കിൽ എൻ്റെ സപ്പോർട്ടാണ്. എങ്ങനെയെന്ന് ഞാൻ പറയാം. ഒരു പ്രൈസ് വീണ്ടും 100 രൂപ ടച്ച് ചെയ്ത് തിരികെ വരികയും അപ്രത്യക്ഷമായി 100 രൂപയ്ക്ക് മുകളിൽ പോകുകയും ചെയ്താൽ ഇപ്പോഴും നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആ 100 രൂപയുടെ പ്രൈസ് സ്ഥിരതയുള്ളതായിരിക്കുന്നു. പ്രൈസ് വീണ്ടും 100 രൂപയിലേക്ക് വരും. അവിടെ അത് സപ്പോർട്ടിൻ്റെ ജോലി ചെയ്യും. അവിടെ നിന്ന് ലോങ് ചെയ്ത് മേലേക്ക് കൊണ്ടുപോകണം. ഇത് മനസ്സിലായിരിക്കുമെന്നു കരുതുന്നു. ഇതേ രീതിയിൽ താഴെ 80 എന്ന സപ്പോർട്ട് നിങ്ങൾ പറയുന്ന പോലെ ബ്രേക്ക് ആയി പോയാൽ, ബ്രേക്ക് ആകുമ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. വീണ്ടും അതേ റേഞ്ചിൽ 80 രൂപയിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഷോർട്ട് ചെയ്യണം, കാരണം അത് ഇപ്പോൾ റെസിസ്റ്റൻസിന്റെ ജോലി ചെയ്യും.
എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ആയും റെസിസ്റ്റൻസ് ആയും പഠിച്ചു കഴിഞ്ഞു, കാരണം ഇത് ഒരു ട്രേഡറുടെ ഭാഷയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ശരിയല്ലേ? മാർക്കറ്റിൽ 80% ബ്രേക്കൗട്ടുകൾ പരാജയപ്പെടുന്നു, ആളുകൾ അതിലേക്കാണ് പോകുന്നത്. എന്നാൽ 20% ബ്രേക്കൗട്ടുകൾ വിജയിക്കുന്നു, അതിലേക്ക് ഒരാളും പോകുന്നില്ല. അതാണ് യഥാർത്ഥ സിംഗിൾ ടെക്നിക്. അവിടെ നിന്നാണ് ആ 20% ബ്രേക്കൗട്ടുകൾ വിജയിക്കുന്ന കഥ തുടങ്ങുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ പറയാം. ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 5 മുതൽ 7 ദിവസത്തിനിടയിൽ 2 മുതൽ 3% വരെ ഒരു റേഞ്ചിൽ തന്നെ തുടരുകയാണെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കൂ, റേഞ്ചിലാണ് ആ സ്റ്റോക്ക് തിരഞ്ഞെടുക്കൂ. കാരണം സ്റ്റോക്ക് സെലക്ഷൻ എങ്ങനെ ചെയ്യണം എന്നത് ഞാൻ പിന്നീട് വിശദീകരിക്കും. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട സ്റ്റോക്കുകൾ എവിടെയാണ് കൊണ്ടുവരേണ്ടത്, എന്താണ് നോക്കേണ്ടത്, എല്ലാം ഞാൻ പറയാം. ശരിയാണോ? അപ്പോൾ ഈ പോയിന്റ് കുറിച്ചുവെക്കൂ. ഇത് സ്റ്റോക്ക് സെലക്ഷന് വേണ്ടിയാണ്. ശരി, ഇനി ഞാൻ സ്റ്റോക്ക് സെലക്ഷനിലേക്ക് വരാം. ശരിയാണോ? സ്റ്റോക്ക് സെലക്ഷനിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മുൻദിനം 5% പ്ലസോ മൈനസോ ആയ സ്റ്റോക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആ ലിസ്റ്റ് തയ്യാറാക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മാർക്കറ്റ് മേലോട്ടാണ് പോയത് എന്നതുപോലുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. അവൻ 5% പോയിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണം. കഴിഞ്ഞ ദിവസവും ആ സ്റ്റോക്ക് 2 മുതൽ 3% വരെ പോയിരിക്കണം. ശരിയാണോ? കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഇങ്ങനെ നിങ്ങൾ ക്രമീകരിക്കാം. താഴേക്കും മേലേക്കും ഇങ്ങനെ തന്നെ. ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അത്തരം സ്റ്റോക്കുകൾ പിടിച്ചു വയ്ക്കണം. പിന്നെ അടുത്ത ദിവസം ഗ്യാപ്പ് അപ്പ് തുറക്കുന്നത് കാത്തിരിക്കണം. ഇത് കഴിഞ്ഞ ദിവസത്തെ ഹൈ ആണ്. ഹൈയുടെ താഴേക്ക് വന്ന ഉടനെ 8:30 കഴിഞ്ഞ് നിങ്ങൾ ആക്ഷൻ എടുക്കണം. ശരിയാണോ? ഇങ്ങനെ തന്നെ ഗ്യാപ്പ് ഡൗണിൽ ഉള്ള ഒരു സ്റ്റോക്ക് പിടിക്കണം. ഗ്യാപ്പ് ഡൗണിൽ തന്നെ തുറക്കണം. പക്ഷേ വീണ്ടും കഴിഞ്ഞ ദിവസത്തെ ലോവിന് മുകളിൽ വരുമ്പോൾ നിങ്ങൾ ലോങ് സൈഡിലേക്ക് പോകണം. ഈ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രദ്ധയോടെ ഈ വീഡിയോ 2 മുതൽ 3 തവണ വരെ ശാന്തമായി കേൾക്കൂ. ഈ വീഡിയോ ചിലർ അവരുടെ പെയ്ഡ് കണ്ടന്റിൽ ചേർത്ത് പിന്നെ നിങ്ങളെയും പോലുള്ളവർക്ക് തന്നെ കോഴ്സുകൾ വിറ്റേക്കാം. ശരി, ഇനി നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ചെയ്യേണ്ടത്? ഒരു ലിസ്റ്റ് ഉണ്ടായി. ആദ്യത്തെ രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ രീതിയെക്കുറിച്ച് ഇപ്പോൾ പറയാം. രണ്ടാമത്തെ രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളുടെ ശ്രദ്ധ എവിടെയാണ് പോകുന്നത്? ടോപ്പ് ഗെയിനറും ടോപ്പ് ലൂസറും. നിങ്ങളും അവിടേക്കാണ് പോകേണ്ടത്. പക്ഷേ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ടോപ്പ് ഗെയിനറിൽ നിന്ന് 5 സ്റ്റോക്കുകൾ എടുത്തു, ടോപ്പ് ലൂസറിൽ നിന്ന് 5 സ്റ്റോക്കുകൾ എടുത്തു. ഇപ്പോൾ ആ 10 സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ പരിശോധിക്കാം. NSEയുടെ OS 10 വെബ്സൈറ്റിലേക്ക് പോകണം. അവിടെ നിങ്ങളുടെ നൽകിയ ലിസ്റ്റിൽ നിന്ന് ഏത് സ്റ്റോക്കുകൾ ഓയിൽ വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ചോദ്യം ഉയരുന്നത് ഓയിൽ എത്ര കാണാം എന്നതാണ്. 2%, 3%, 5%, 7%. ആദ്യം നാം കാര്യങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ 7% ഓയിൽ നമുക്ക് 930 കിട്ടിയാൽ ആ സ്റ്റോക്ക് പിടിച്ചെടുക്കും. ബൈ ചാൻസ് 7% കിട്ടിയില്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൂടി കാത്തിരിക്കും. പിന്നെ 4% ഓയിൽ വർധനയുള്ളത് പിടിച്ചെടുക്കും. ശ്രദ്ധയോടെ കേൾക്കൂ. ഓയിൽ വർദ്ധിക്കുന്നത് എന്നത് സ്റ്റോക്ക് കൂടി ഉയരുന്നു എന്നർത്ഥമല്ല. ചില സ്റ്റോക്കുകൾ താഴേക്ക് പോകുമ്പോഴും ഓയിൽ വർദ്ധിക്കാറുണ്ട്. അതിനാൽ ഓയുടെ ഗെയിമിൽ നിന്ന് ടോപ്പ് ഗെയിനറും ടോപ്പ് ലൂസറും ആയി ഞാൻ 5 സ്റ്റോക്ക് എടുത്തു. അവയിൽ നിന്ന് ഉദാഹരണത്തിന് 2 സ്റ്റോക്കിലോ 3 സ്റ്റോക്കിലോ എനിക്ക് ഓയിൽ ഗെയിനർ കിട്ടി. 2 ലോങ്, ഒരു ഷോർട്ട് എന്നിങ്ങനെ ഞാൻ നോക്കി. പിടിച്ചു. ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. നിങ്ങൾക്ക് 8:30 ശേഷം കിട്ടിയാൽ നിങ്ങൾ 5 മിനിറ്റ് കാത്തിരിക്കുക. അതിനുശേഷം അതിൽ ഓയുടെ ദിശയിൽ ലോങ് സെറ്റപ്പ് നിർമ്മിക്കുക. അത് ഗെയിനർ ആണെങ്കിൽ ലോങ് സൈഡ്, ഷോർട്ട് ആണെങ്കിൽ ലൂസിംഗ് സൈഡ്. ഇനി നിങ്ങൾ ചോദിക്കും, ഇതിൽ എങ്ങനെ എൻട്രി എടുക്കാം, എക്സിറ്റ് എടുക്കാം? എൻട്രി എങ്ങനെ എടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് 1.5 മുതൽ 2% വരെ വെക്കാം. മറക്കരുത്. ടാർഗറ്റ് എത്രയാക്കണം? ടാർഗറ്റ് എന്നത് എനിക്ക് അറിയില്ല. എനിക്ക് അറിയേണ്ടത് ട്രെയിൽ ചെയ്യേണ്ടതാണെന്ന് മാത്രം. ട്രെയിൽ സെൽ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഫണ്ടാ ഞാൻ പറയാം. നിങ്ങൾ 5 മിനിറ്റ് ചാർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 13 ദിവസത്തെ മൂവിൻ അവറേജ് ഉപയോഗിക്കണം. ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ 8 ദിവസത്തേത് പോലും ഉപയോഗിക്കാം. നിങ്ങൾ 13 ദിവസത്തെ മൂവിൻ അവറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ കാൻഡിൽ ക്ലോസ് ചെയ്ത ഉടനെ അതിൻ്റെ താഴെ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 8 ദിവസത്തെ മൂവിൻ അവറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ 2 കാൻഡിൽ തുടർച്ചയായി ക്ലോസ് ചെയ്താൽ ഉടനെ എക്സിറ്റ് ചെയ്യണം. ഇതിൻ്റെ മുഴുവൻ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു.
സ്റ്റോക്ക് സെലക്ഷനിൽ തെര ഗെയിനറിൽ ഒരു കാര്യം കൂടി നിങ്ങൾ മറക്കാറുണ്ട്. തെര ഗെയിനറിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. കഴിഞ്ഞ 2-3 ദിവസമായി അത് മുന്നോട്ട് പോയതാണെങ്കിൽ. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ അത് തെര ഗെയിനറിൽ വന്നില്ലെങ്കിലും അടുത്ത ദിവസം അത് തെര ഗെയിനറിൽ വന്നാൽ അതാണ് ട്രാപ്പ് പണിയുന്നത്. ആദ്യം അതിനെ ഒഴിവാക്കണമെന്ന് മനസ്സിലാക്കണം. ഇത് എൻ്റെ ഒരു രഹസ്യമായ രീതിയാണ് ഞാൻ ഷോർട്ട് സൈഡിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ ആദ്യം നിങ്ങൾ ഇത് പഠിക്കണം. അതിനുശേഷം നാം വീണ്ടും വരാം, ശരിയാണോ? അതിനാൽ ചെയ്യരുതാത്തത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ലൂസിംഗ് സൈഡിൽ 3-4 ദിവസമായി സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ, എന്നാൽ 4-ാം ദിവസം നിങ്ങൾ അതിനെ പിരിച്ചു, അത് ഓയ് ഗെയിനറിൽ ഷോർട്ട് സൈഡിൽ ആയിരുന്നെങ്കിൽ അതിനെ ഒഴിവാക്കണം. ഇത് മനസ്സിലാക്കൂ. ശരി, ഇപ്പോൾ ഇവിടെ ഒരു ഡാറ്റയിൽ മറ്റൊരു ഗെയിം കൂടി ഒളിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ ഷോർട്ട് കവർ ചെയ്യാനുള്ള ഒരു വിൻഡോയും വരുന്നു. ആ വിൻഡോ എവിടെയാണ് കാണാൻ കഴിയുക എന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയും. ഷോർട്ട് കവർ ചെയ്യാനുള്ള വിൻഡോയും വരുന്നു. ആ വിൻഡോയിൽ നോക്കണം ഏത് സ്റ്റോക്കുകൾ ഷോർട്ട് കവർ ചെയ്യുന്നതിൻ്റെ ലിസ്റ്റിലുണ്ട് എന്ന്. 10-20, 10-30 സമയത്ത് നോക്കൂ ആശ്വാസത്തോടെ. അതിനുശേഷം ആ മുഴുവൻ ലിസ്റ്റിൽ നിന്ന് ഏത് സ്റ്റോക്കുകൾ തുടർച്ചയായി 5 മുതൽ 6 ദിവസം വരെ ഇടിവിലായിരുന്നു എന്ന് പരിശോധിക്കണം. ശരി, അങ്ങനെ സ്റ്റോക്കിൽ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ, ഡേ ഹൈയിൽ എത്തുമ്പോൾ ഉടൻ തന്നെ ഗ്രാബ് ചെയ്ത് ലോങ് പൊസിഷൻ എടുക്കൂ. ശരി, ഇത് ശ്രദ്ധയിൽ വയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് തെരയിൽ ഇരുവശത്തെയും ഗെയിമുകൾ പറഞ്ഞു. ഒരു ലോങ്ങും ഷോർട്ടും രണ്ടും തെര ഗെയിനറുകൾ വഴി ഷോർട്ട് കവർ ചെയ്യുന്നതിലൂടെ മാത്രം ലോങ് എടുക്കുന്ന ഗെയിം ഞാൻ പറഞ്ഞു. ലോങ് വിൻ. ഞാൻ ഷോർട്ട് വാലത് പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക്, കാരണം ഷോർട്ട് വാലത് അവിടെ നിന്നാണ് ചെയ്യേണ്ടത്. ലോങ് വാലത് ഇവിടെ നിന്നും അവിടെ നിന്നും രണ്ടിടത്തു നിന്നും ചെയ്യേണ്ടതാണ്. ഇതുവരെ ഈ മുഴുവൻ രീതിയിൽ എങ്ങനെ ജാലം പകരണം എന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.